ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും ശരണയും കൂടെ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങി വരുന്നു. അപ്പോൾ ശരണയുടെ ആങ്ങളൊക്കെ അവിടെ ഇരിക്കുക. അങ്ങനെ ഒരു നല്ല തണൽ, നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോയാലോ എന്ന് പറഞ്ഞു അലീന. അപ്പോൾ ഓമനക്കുട്ട ഒരു 5 മിനിറ്റ് കേട്ടോ, ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ. എന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്നു. സാധാരണ പുരുഷന്മാരെ ഇങ്ങനെ വന്നിരിക്കാറല്ലേ, സ്ത്രീകൾ ഇരിക്കാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം കണ്ടിട്ടില്ല ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ശരണ്യ അലീനയോട് പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അലീനയാണെങ്കിൽ ആ കൊച്ചിനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ ഇരിക്കണം. എല്ലാം ഭഗവാനെ ഏൽപ്പിച്ച് കൊടുത്തില്ലേ നീ, എന്നെയും നിന്നെയും എല്ലാവരെയും, എല്ലാ സംഭവങ്ങളെയും, നടന്നതും നടക്കാനിരിക്കുന്നതുമായ സകലതും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം ഞാൻ സമർപ്പിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഒത്തിരി സമാധാനം തോന്നുന്നില്ലേന്നും ചോദിച്ചു. മനസ്സിൻ്റെ ഭാരം, വേദന, സങ്കടം എല്ലാം വിട്ടുകൊടുത്തില്ലേ എന്നും ചോദിക്കുമ്പം എനിക്ക് ഒരുപാട് ആശ്വാസം കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് ചേച്ചി, സത്യമാണെന്ന് ശരണ്യ പറയുമ്പോൾ പേടി കുറഞ്ഞില്ലേന്ന് ചോദിച്ചാൽ അലീന. ഇപ്പം എനിക്ക് അത്രയ്ക്ക് പേടിയൊന്നും തോന്നുന്നില്ല ചേച്ചി എന്ന് ശരണ്യ പറയാം. അത് ഞാൻ കൃഷ്ണനെ ഏൽപ്പിച്ചു എന്നും ശരണ്യ അലീനയോട് പറയണം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് സന്തോഷമായി. അപ്പോൾ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ് എന്നറിയാമോ എന്ന് ചോദിച്ചു. അതൊന്നും പറഞ്ഞിങ്ങനെ ശരണ ഇരിക്കുമ്പം പാമ്പല്ലേ ചേച്ചി എന്ന് ചോദിച്ചേ. അപ്പം അല്ല, പിശാച്. അപ്പം അതൊന്നും അല്ല എന്ന് അലീന പറയാം. ഇടിമിന്നൽ, വെള്ളപ്പൊക്കം അതൊക്കെയല്ലേ, അപ്പം അതൊന്നും അല്ല എന്ന് അലീന പറയുമ്പം തീയാണല്ലേ ഏറ്റവും പേടി, തൊട്ട പൊള്ളത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതും അല്ല എന്ന് അലീന പറയാം. അപ്പോഴും ആ കൊച്ചിങ്ങനെ നോക്കുക. മനുഷ്യന് തന്നെയാണ് ഏറ്റവും പേടി എന്ന് അലീന പറയുവാണ്. അങ്ങനെ ശരണ്യയ്ക്ക് കുറേ ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തു. ഈ ലോകത്ത് മനുഷ്യന് ഏറ്റവും ശത്രുവായിട്ടുള്ളത് മനുഷ്യൻ തന്നെയാണെന്നും അലീന പറയുവാണ്. മനുഷ്യനെ കൊന്നൊടുക്കിയതുപോലെ മറ്റൊരു ജീവിവർഗവും അവരുടെ സ്വന്തം വർഗത്തെ കൂട്ടക്കൊല നടത്തിയിട്ടില്ല എന്ന് അലീന ശരണ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. കൊല്ലാനുള്ള കത്തി പുറകിൽ ഒളിപ്പിച്ചു പിടിച്ച് മറ്റൊരു ജീവിയും ചിരിച്ചുകൊണ്ട് സംസാരിക്കാറില്ല എന്നും അലീന പറയുവാണ്. അപ്പം ഇതൊക്കെ കേട്ട് ശരണ്യ ഇങ്ങനെ അന്തം വിട്ടിരിക്കാം. മറ്റൊരു ജീവിയും തൻ്റെ കൂടെ നിൽക്കുന്നവരെ ചതിക്കാറില്ല എന്നും പറഞ്ഞു. മറ്റൊരു ജീവിയും വിശ്വസിച്ച് കൂടെ നിന്നവരെ ഉപേക്ഷിക്കാറില്ല എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ശരണ്യ ഒന്ന് ചിരിച്ചു. മറ്റൊരു ജീവിയും മനുഷ്യനെ പോലെ കൊള്ളയും കവർച്ചയും പിടിച്ചു പറിക്കലും ഒന്നും നടത്താറില്ല എന്നും പറഞ്ഞു. മറ്റൊരു ജീവിയും അവരെൻ്റെ മണ്ണിനും പെണ്ണിനും പൊന്നിനും പണത്തിനും വേണ്ടി ഇത്രയേറെ ആർത്തിയും അസൂയയും ഒന്നും ഉള്ളവരല്ല എന്നും പറഞ്ഞ് അലീന ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേട്ട് ശരണ്യ ഇങ്ങനെ ആകെ വല്ലാത്തൊരു ഇതിലിരിക്കുക കേട്ടോ. ലോകത്തെ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നതും പരസ്പരം വഞ്ചിക്കുന്നതും മനുഷ്യർ തമ്മിലല്ലേ എന്നും അലീന ചോദിക്കാം. അപ്പം അതേന്ന് പറഞ്ഞു ശരണ്യ. അങ്ങനെ ഇവർ ഈ കാര്യമെല്ലാം സംസാരിക്കുമ്പം എന്നെ ഒരാൾ കള്ളം പറഞ്ഞു കൊണ്ടുപോയി ചതിച്ചതല്ലേ എന്ന് ശരണ്യ ചോദിക്കുന്നു. ഞാൻ ജീവനെ പോലെ സ്നേഹിച്ച ഒരാൾ, അപ്പം അതൊന്നും ഇനി നീ ഓർക്കരുതെന്ന് പറഞ്ഞു. വിട്ടേക്കണം, അതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ശരണ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ ശരണ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ കൊണ്ട് പരതു കേട്ടോ. എന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. എന്താ മോളെ എന്ന് ചോദിക്കുമ്പം ഞാൻ ഇതുവരെ ചേച്ചിയോട് ഒരു സത്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞു, മറച്ചു വെച്ചു എന്ന് പറയുമ്പം എന്താ മോളെ എന്ന് ചോദിച്ചു കേട്ടോ. ഇപ്പം എനിക്കതിൽ വിഷമം തോന്നുകയാണെന്ന് ശരണ്യ പറയുവാണ്. അതിനെന്താ നീ ഇപ്പം പറഞ്ഞോളാനായിട്ട് ശരണ്യോട് അലീന പറഞ്ഞു. ചേച്ചി എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറയുമ്പം ഇല്ലടി മോളെ നീ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ചേച്ചി ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലെ രോഹിത് ഉണ്ടല്ലോ, നീ പറഞ്ഞോളാൻ പറഞ്ഞു അലീന. അപ്പോൾ രോഹിത് തന്നെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് ശരീന പറയുക. അപ്പം ഞാൻ സത്യ ചേച്ചി പറയുന്നേ, എന്നെ തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന ഞെട്ടിപ്പോയിട്ടോ. അപ്പം ഇത്രയും നേരം സംസാരിച്ചതിനൊരു ബലം കണ്ടല്ലോ. അന്തം വിട്ട് അലീന ഇങ്ങനെ ഇരിക്കുവാണ്. ശരണ്യ എല്ലാ കാര്യങ്ങളും എന്നിട്ട് അലീനയോട് പറയുന്നു. അപ്പോൾ അലീനയ്ക്ക് മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥ, എന്ത് പറയണമെന്ന് എന്ത് ചെയ്യണമെന്നും അറിയില്ല. അലീന ഇങ്ങനെ അന്തം വിട്ട് അതിനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അവിടെ. പിന്നെ അന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അങ്ങനെ രോഹിത്തിന് ഇവന്മാരെല്ലാവരും കൂടെ നിർബന്ധിച്ച് കൊണ്ടുവന്നു. അപ്പോൾ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് അന്ന് ഇവരുടെ എല്ലാവരുടെയും നടുവിൽ കിടന്ന് നമ്മുടെ ശരണ്യ കരഞ്ഞപ്പം ഹരി അടുത്തിരുന്ന് നീ പേടിക്കാതെ, രോഹി നിനക്ക് അറിയാവുന്നതല്ലേ, പാവാ, അവൻ നിന്നെ കടിച്ച് തിന്നത്തൊന്നുമില്ലെന്ന് രോഹിത് ഇങ്ങനെ രോഹിത്തിനെ കാണിച്ചുകൊണ്ട് ഈ ഹരി പറയുക ശരണ്യോട്, പേടിച്ചോണ്ട് വാടാന്നും പറഞ്ഞു. അപ്പോൾ രോഹിത്തിനെ പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ വേണ്ട എനിക്ക് വേണ്ടെന്ന് രോഹിത് പറയുവാണ്. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ വന്നിട്ട് നീ മാത്രം അങ്ങനെ പുണ്യാളനാവണ്ടെന്ന് ഈ കൂടെ ഉള്ളവന്മാർ രോഹിത്തിനോട് പറയുന്നു. ശരണ്യ അവിടെ കിടന്ന് കരയുവാണ്.
അപ്പം നിനക്ക് എന്നാടാ മുട്ട് പറിക്കുന്നുണ്ടോ, ചെല്ലടാന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടടാന്ന് പറഞ്ഞ് രോഹിത്ത് കിടന്ന് കരയുക. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് നിന്ന് ഭയങ്കര കരച്ചിൽ. ശരണ്യ അവിടെ എഴുന്നേക്കാൻ പോലും മേലാതെ കിടന്ന് കരയുവാണ്. അപ്പോൾ ചെല്ലടാന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ ശരണ്യയുടെ ദേഹത്തേക്ക് എടുത്ത് എറിഞ്ഞിട്ട് ഇവന്മാർ. ശരണ്യാണെങ്കിൽ പേടിച്ച് അരണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ രോഹിത്തിന് ഇതിനെ കണ്ടപ്പോഴത്തേക്കും എന്നെ ഉപദ്രവിക്കല്ലേ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്തിനോട് പറഞ്ഞ് കരയുക. ഒന്നും ചെയ്യല്ലേന്നും പറഞ്ഞ് ശരണ്യ ഭയങ്കര കരച്ചിൽ. ആ സമയത്ത് രോഹിത്തും കൊല്ലാണ്ടായിട്ട് നിൽക്കുക. എനിക്ക് വയ്യ എന്നിങ്ങനെ ശരണ്യ രോഹിത്തിനോട് പറയണേ. അപ്പോൾ ഞാൻ ചത്തുപോകുമെന്നും പറഞ്ഞ് ശരണ്യ ഇങ്ങനെ കരയുക. പ്ലീസ് ചേട്ടാ എന്നൊന്നും ചെയ്യല്ലേ ചേട്ടാന്നും പറഞ്ഞ് ശരണ്യ കരയുന്നു. രോഹിത്താണെന്നുണ്ടെങ്കിലും പാവം ഭയങ്കര വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എന്നൊന്നും ചെയ്യല്ലേ ചേട്ടാ, പ്ലീസ് ചേട്ടാ എന്നൊന്നും ചെയ്യല്ലേ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശരണ്യ കരയുമ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഹരി എന്ന് ചോദിച്ചു ഈ രോഹിത്ത്. എന്നെ വെറുതെ വിട്ടേക്കാനും പറഞ്ഞു. അപ്പം നിന്നെ ഞാൻ വെറുതെ വിടാനോ? നിന്നെ ഞാൻ വെറുതെ വിടാം. പന്നി, നിനക്ക് വേണ്ടിയാ ഞാൻ ഇവളെ കൊണ്ടുവന്നത് തന്നെയെന്ന് ഹരി പറയാം. എന്നിട്ട് നീ എസ്കേപ്പ് ആവാൻ നോക്കുന്നോടാന്ന് ഹരി. അല്ല അങ്ങനെയല്ല, സത്യമായിട്ടും അല്ല എന്ന് രോഹിത് ഇങ്ങനെ ഹരിയോട് പറയാം. നീ ഇവളെ ചതിച്ചു കൊണ്ടുവന്നല്ലേടാ? അല്ലടാ ഹരി എന്ന് രോഹിത്ത് ഹരിയോട് ചോദിച്ചു. അപ്പോഴത്തേക്കും രോഹിത്തിനെ തല്ലുവാണ് ഹരി. അപ്പോൾ രോഹിത്തിന് ഒന്നും കിട്ടുന്നതല്ല, ഹരിയുടെ സ്വഭാവം മനസ്സിലായല്ലോ. ഒപ്പം നിന്നിട്ട് കാല് വരുന്നോടാ നായേ എന്നും ചോദിച്ചുകൊണ്ട് രോഹിത്തിനോട് ഇങ്ങനെ പറയാം. അപ്പോഴും ശരണ്യ ഇവിടെ കിടന്ന് ഇങ്ങനെ പൊട്ടിക്കരയാം. മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടോ, സ്വന്തം ബന്ധമൊക്കെ അങ്ങ് വീട്ടിലാണെന്ന് ഹരി രോഹിത്തിനോട് പറയുന്നു. അപ്പോൾ എന്നെ വെറുതെ വിട്ടേക്ക് ഹരി പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത്. ഞാൻ സമ്മതിക്കത്തില്ല എന്നും എനിക്ക് വേണ്ട എന്നും രോഹിത്ത് പറയാം. കൊന്നാലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത്. അങ്ങനെ രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കി. അപ്പോഴത്തേക്ക് മറ്റോമാർ രോഹിത്തിനെ പിടിച്ചു വെക്കുക. എന്നിട്ട് നാട്ടലില്ലാത്ത നാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീക്ക് എന്തിനാണ് ജനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ ദേഷ്യപ്പെട്ടു. ഇവനൊക്കെ എന്നെ ചെയ്യണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ രോഹിത്തിനെ ഉപദ്രവിക്കാം. കൊണ്ടുപോയി ടോയ്ലറ്റ് കയറ്റടാമെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ അതിനകത്ത് പൂട്ടിയിടാൻ നോക്കുക ഇവന്മാർ. എന്നിട്ട് അതിനകത്ത് കൊണ്ടുപോയി പൂട്ടിയിട്ടു. രോഹിത്ത് അതിൽ കിടന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ നടന്ന കാര്യങ്ങൾ മുഴുവനും ഈ രോഹിത്തിനെ കുറിച്ച് ശരണ്യ പറഞ്ഞു. രോഹിത്തിനെ അതിനകത്ത് പൂട്ടിയിട്ട് ഹരി ഒരുമാതിരി മൃഗത്തെ പോലെ നമ്മുടെ ശരണ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് അലീന ആകെ ഞെട്ടിയിരിക്കുക. അലീനയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഇതെല്ലാം കേട്ടും കണ്ടും മനസ്സിലാക്കി അലീന ഇങ്ങനെ ശരണ്യയ്ക്കൊപ്പം അമ്പലനടയിൽ ഇരിക്കുക. അപ്പോഴേക്കും ആ കൊച്ചങ്ങോട്ടേക്ക് വന്നു. നമുക്ക് പോവണ്ടേ എന്നും ചോദിച്ചു. അപ്പോൾ ശരണ്യയുടെ നേരെ പോലീസിനോട്, മറ്റുള്ളവരോട്, വീട്ടിലുള്ളവരോട്. അപ്പോൾ പോലീസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണെന്ന് ശരണ്യ പറയാം. പക്ഷേ അവർ ആ ചേട്ടൻ്റെ പേരും കൂടി ചേർത്തു എന്ന് ശരണ്യ പറയാം കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലും പറഞ്ഞായിരുന്നു 3 പേരാ എന്നെ ഉപദ്രവിച്ചതെന്ന്. അപ്പോൾ അതേ ശരണ്യ ഇങ്ങനെ വല്ലാത്തൊരിതിലിരിക്കുവാണ്. പക്ഷെ പോലീസുകാർ അച്ഛനോടും അമ്മയോടും ഞങ്ങളുടെ മറ്റു ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞു ആ ചേട്ടൻ്റെ പേരും കൂടി ഇരുന്നോട്ടെ, കേസിന് ബലം കിട്ടാൻ അതാ നല്ലതെന്ന്. അതൊക്കെ കേട്ട് അലീന അന്തം വിട്ടിങ്ങനെ ഇരിക്കുവാണ്. പേടിപ്പിക്കാൻ എത്ര പേരുണ്ടോ അതാ നല്ലതെന്ന് പറഞ്ഞു എന്നൊക്കെ ശരണ്യ പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ അലീന ഞെട്ടിപ്പോയിട്ടോ. അങ്ങനെ അത് കയ്യിൽ നിന്ന് പോയതാ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ ഞാൻ എന്നാ ചെയ്യുമെന്ന് ശരണ്യ ഇങ്ങനെ അലീനയോട് ചോദിക്കുക. വീട്ടുകാർ, പാർട്ടിക്കാർ, സമുദായക്കാർ, പോലീസും കൂടെ നിർബന്ധിച്ചപ്പോൾ പിന്നെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നും ശരണ്യ ഇങ്ങനെ അലീനയോട് പറയും. അലീന ഇരുന്ന് ഭയങ്കര കരച്ചിൽ തൻ്റെ അനിയനെ പറ്റി ആലോചിച്ച്. ആ സമയത്ത് അന്ന് ജയിലിൽ പോയി കണ്ടപ്പോൾ രോഹിത്ത് നോക്കിയ ആ നോട്ടമൊക്കെ അലീനയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുവാണ്. അങ്ങനെ അനിയനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ അലീനയുടെ ഉള്ളൊന്ന് പൊള്ളി. അലീന എന്നിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കാം. വലിയ തെറ്റായിപ്പോയി അല്ലേ ചേച്ചി എന്ന് ശരണ്യ ഇങ്ങനെ ചോദിക്കണം. ചേച്ചിക്കിപ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരത്തേക്ക് അലീന അതിൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. പോട്ടെ സാരമില്ല കേട്ടോ എന്ന് അലീന ഇങ്ങനെ പറയുക. സംഭവിച്ചു പോയില്ലേ എന്നും പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോഴേ ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകുമെന്നും അലീന പറയുവാണ്. ഞാനത് മാറ്റി പറയണോ? പറയാൻ ചേച്ചി, ഞാനത് തിരുത്താം എന്നിങ്ങനെ ശരണ്യ പറയുമ്പോൾ നിന്റെ മനസാക്ഷി എന്തു പറയുന്നോ അതുപോലെ ചെയ്താൽ മതിയെന്ന് അലീന പറയുവാണ്. എനിക്കതിലൊന്നും പറയാനില്ല എന്നും പറഞ്ഞു. അപ്പം ഞാൻ നിന്നെ സ്വാധീനിക്കാൻ വന്നതല്ല എന്നും എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു. ആ പെൺകുട്ടി തകർന്നു കിടക്കുകയാണ്, നീ പോയി അവളെ ആശ്വസിപ്പിക്കണം. അതുപോലെ നീ വേണം അവളെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടത്താനെന്ന്. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്ന് അലീന ശരണ്യയോട് പറയുവാണ്. മരണഭയത്തെ പോലും മറികടന്ന് ഞാൻ നിൻ്റെ അടുത്ത് വന്നു, നിന്നെ എഴുന്നേൽപ്പിച്ചു. അതുപോലെ ഇവിടം വരെ നിന്നെ ഞാൻ നടത്തി. എൻ്റെ മനസാക്ഷി പറഞ്ഞത് ഞാൻ അനുസരിക്കുകയാണ് ചെയ്തതെന്ന് അലീന ആ കൊച്ചിനോട് പറയുവാണ്.
അപ്പോഴത്തേ അങ്ങോട്ടേക്ക് കോള് വരുന്നു ആ ചെറുക്കൻ കൊച്ചിൻ്റെ ഫോണിലേക്ക്. മതി പോവാം, അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പോവുക കേട്ടോ. ബാ മോളെ എന്ന് പറഞ്ഞ് അതിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇതേ വീടിനകത്ത് അടച്ച് നീ ഇരിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കും അലീന. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും ആ ഒരു ഓർമ്മ എപ്പോഴും നിൻ്റെ ഉള്ളിൽ ഉണ്ടാകണമെന്നും ശരണ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അലീന. കഴിയുമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അമ്പലത്തിൽ വന്ന് തൊഴണം കേട്ടോ എന്ന് പറഞ്ഞു. ഓമനക്കൂട്ടം വരുമല്ലോ കൂടെ ഇല്ലേ? ഇല്ലെങ്കിൽ അമ്മയെ കൂട്ടണമെന്നും അലീന പറയുവാണ്. ദേ ബാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അങ്ങനെ അവരവിടുന്ന് വീട്ടിലേക്ക് പോണു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ദേ നെടുമ്പുരക്കിലേക്ക് നമ്മുടെ അലീന വരുവാണ്. ആ ഓട്ടോക്കാരൻ പൈസ കൊടുക്കുന്നു. പൈസ കൊടുത്തപ്പോഴത്തേക്കും ഓട്ടോ ചേട്ടൻ പൈസ പറഞ്ഞപ്പോഴത്തേക്കും അലീന ചോദിച്ചു, ഇതെന്തേട്ടൻ ഇങ്ങനെ പറയുന്നത്? തോന്നുന്നത് പോലെയാണോ കൂലി പറയുന്നതെന്ന് ചോദിച്ചു. 150. അപ്പോൾ എന്നാൽ 200 തരാൻ പറഞ്ഞു എന്നും പറഞ്ഞ അലീന ആ പൈസ അങ്ങ് കൊടുത്തിട്ട് കയറി ചെല്ലുക. ആ പോകുന്ന നടപ്പിലും നമ്മുടെ ശരണ്യ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുവാണ്. ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. ബബിത മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാണ്. ചെന്ന് വാതിൽ തുറക്കുന്നതിന് മുമ്പ് ജനലിലൂടെ നോക്കുന്നൊരു പതിവുണ്ടല്ലോ, ജനലിൽ കൂടെ നോക്കിയപ്പോൾ അലീന നാശം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. തോന്നിയിടത്തൊക്കെ പോയിട്ട് വന്നേക്കുക ജന്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബിത ഉള്ളിൽ നിന്ന് പറയുക. കോളിംഗ് ബെല്ല് അടിച്ചു കുറേ നേരമായി തുറക്കുന്നില്ല. ബബിത മോളല്ലേ ആള്, അവൾ വാതിൽ തുറക്കാൻ കുറേ താമസിച്ചു. പിന്നെയും കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴാണ് തുറന്നത്. അലീന അകത്തേക്ക് ചെല്ലാൻ നോക്കിയപ്പോൾ ഒരു തവണ ബെല്ലടിച്ചത് കേട്ടു. എന്തിനാ പിന്നെ അടിക്കുന്നതെന്ന് ബബിത ചോദിക്കുക. ഞാനോ ഓർത്തു കേട്ടില്ല എന്ന്. അപ്പോൾ വാതിൽ തുറക്കാൻ സമയമെടുത്തപ്പോൾ ഇവിടെ ആരും വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഡോർ കീപ്പറായിട്ട് കാത്തു നിൽക്കുമെന്നും അല്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പം നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു അലീന. ഞാൻ കാര്യം പറഞ്ഞതാണെന്ന് ബബിത. കൃഷ്ണമോളില്ലേ ഇവിടെ? അവൾ കിടന്ന് ഉറങ്ങുവാണെന്ന് പറഞ്ഞു. അച്ഛനും ഇല്ലേന്ന് ചോദിച്ചു. രണ്ടുപേരും കൂടെ ഒന്നിച്ചല്ലേ ഇവിടുന്ന് പോയതെന്ന് ചോദിച്ചു. പോർച്ചിലൊരു കാറ് കിടപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പം മനസ്സിലായില്ലേ അച്ഛൻ ഇവിടെ ഇല്ല എന്നുള്ളതെന്ന് ബബിത ചോദിക്കുക. പോർച്ചിലോട്ട് ഞാൻ നോക്കിയില്ല, പിന്നെ എന്നാത്തിനാ ഉണ്ടക്കണ്ണ് 2 നിനക്കെന്ന് ബബിത അലീനയോട് ചോദിക്കുക കേട്ടോ. അച്ഛൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരെ, ഇത്രയും പറയണോ എന്ന് അലീന അന്നേരം ബബിതയോട് ചോദിച്ചു. എനിക്ക് പറയാനുള്ളതേ ഞാൻ പറയുള്ളൂ എന്ന് ബബിത അലീനയോട്. അതും പറഞ്ഞു തുള്ളിച്ചാടി അവൾ അകത്തേക്ക് കയറിപ്പോയി. അലീന അകത്ത് കയറി വാതിലടച്ചു. ശരണ്യ പറഞ്ഞതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ട് ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കും. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വരുവാണോ അതോ എങ്ങോട്ടെങ്കിലും പോവുകയാണോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഭരണങ്ങാനം വരെ ഒന്ന് പോകണമായിരുന്നു. എന്താ മോളെ അത്യാവശ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം അതെ ഒന്നുമില്ല അച്ഛാ, പോയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. ആ ശരി, നീ എപ്പോഴാ എത്തിയേ? അത് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ അച്ഛാ. നീ പോയിട്ട് എന്തായി? ആരെങ്കിലും വഴക്കിന് വന്നോ? അന്നത്തെ പോലെ മണ്ണെണ്ണ തീപ്പെട്ടിയൊക്കെ ഇല്ല അച്ഛാ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ശരണ്യെ സമാധാനിപ്പിച്ചോ നീ? അപ്പോൾ എഴുന്നേൽപ്പിച്ചു, പുറത്തിറക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ റോഡിൽ കൂടെ നടത്തിച്ചു, അമ്പലത്തിലും കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത്രയൊക്കെ ആയോ? ആഹാ എന്നും പറഞ്ഞു ബാലൻ. കൊള്ളാം, അവളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പം അതെ അച്ഛൻ പോയിട്ട് കേട്ടോ, എനിക്ക് വേറൊരു സംഗതി പറയാനുണ്ടെന്ന് പറയുമ്പം എന്നാടി? അത് പിന്നെ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. ശരി. ഇപ്പോൾ ബാലനും ടെൻഷനായി എന്നാ പറയാനുള്ളതെന്ന്. അപ്പോൾ അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ തൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അലീന ഇങ്ങനെ വീട്ടിലൂടെ നടക്കുക. ഈ സമയത്താണ് നമ്മുടെ ബാലൻ പുറത്ത് പോയിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത്. വന്നു, ബാഗ് എടുത്തു, കോളിംഗ് ബെല്ലടിച്ചു. അലീന വന്ന് വാതിൽ തുറന്നു. അച്ഛൻ കയറി വന്നപ്പോൾ കുറേ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നു, ഫ്രൂട്ട്സും മറ്റുമൊക്കെ. അതുകൊണ്ട് അലീനയുടെ കൈ കൊടുത്തു. ഇത് കുറച്ച് ഫ്രൂട്ട്സ് അന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ബാലനകത്തേക്ക് കയറിപ്പോയി. അലീന ഡോർ അടച്ചു, അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അലീനയ്ക്കത് പറയണമല്ലോ. അപ്പോൾ അച്ഛന് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. നിനക്ക് എന്നതാ എന്നോട് പറയാനുള്ളത് എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുമ്പം അലീന അച്ഛൻ്റെ അടുത്തേക്ക് വരുവാണ്. അത് അച്ഛൻ വളരെ ശാന്തമായിട്ട് അത് കേൾക്കണം. നമ്മൾ ക്ഷോഭിച്ചിട്ടോ എടുത്ത് ചാടിയിട്ടോ ഒരു കാര്യമില്ല എന്ന് അലീന പറയാം. നീ പറ, എന്താ കാര്യം എന്ന് ബാലൻ അലീനയോട് ചോദിക്കുക കേട്ടോ. ഞാനിന്ന് ശരണയും കൂട്ടി നടക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു എന്ന് അലീന പറയാം. എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ അച്ഛനെ നോക്കുവാണ്. അത് എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങണു. അങ്ങനെ നമ്മുടെ ബാലനോട് കഥയെല്ലാം പറഞ്ഞ് ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ.